എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 5-ാമത്തെ സർഗത്തിലെ 93ഉം 94ഉം ശ്ലോകങ്ങൾ പഠിക്കാം. 2 ശ്ലോകത്തിലും കവി ഉപജാതി വൃത്തമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ കാളിയൻ്റെ ശിരസ്സിലേക്ക് കയറാനായിട്ടുള്ള പുറപ്പാടാണ്. അതാണ് വർണ്ണിച്ചു കൊണ്ടിരിക്കുന്നത്. നൃത്തം ചെയ്യാനുള്ള പുറപ്പാടാണ്. നമുക്കാദ്യം 93ാമത്തെ ശ്ലോകം നോക്കാം. തഥാ സ്ഥിതം തം പ്രസമീക്ഷ്യ കൃഷ്ണം ഗോപാശ്ച ഗോപ്യശ്ച കൃതാർത്തനാദാഃ ഹൃദോദരേ ദുർഭരദുഃഖഭാരം പ്രാരേഭിരേ പാതയിതും ശരീരം. പദച്ഛേദം നോക്കാം. തഥാ സ്ഥിതം തം പ്രസമീക്ഷ്യ കൃഷ്ണം ഗോപാഃ ച ഗോപ്യഃ ച കൃത ആർത്തനാദാഃ ഹൃദോദരേ ദുർഭരദുഃഖഭാരം പ്രാരേഭിരേ പാതയിതും ശരീരം. ആദ്യത്തെ 2 വരിയിൽ മാത്രമേ സന്ധി നമുക്ക് സന്ധിച്ഛേദം ചെയ്യാനുള്ളൂ. ഇവിടെ പറയാണ്, ശ്രീകൃഷ്ണൻ ആ കാളിയൻ്റെ മുമ്പിൽ ഒരു ചെറിയ കുട്ടിയായിട്ട് ഗോപന്മാരും അതുപോലെ ഗോപസ്ത്രീകളൊക്കെ വന്ന് നോക്കിയപ്പോൾ ഒരു ചെറിയൊരു ബാലകൻ ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ അതിഭീമമായിട്ടുള്ളൊരു സർപ്പം ആ ഒരു രൂപത്തിലാണ് കണ്ടത്. അത് കണ്ടതോട് കൂടിയിട്ട് ഇവർക്ക് എല്ലാവർക്കും പേടിയായി. ഗോപന്മാരെല്ലാവരും അവിടെ വന്നു, ഓടി വന്നു. എവിടെയാണോ കൃഷ്ണൻ ഉള്ളത് അവിടേക്ക് ഓടി വന്നു. അപ്പോൾ കണ്ട കാഴ്ച അത് കണ്ട് പേടിച്ചിട്ട് ഇവരെന്താണ് ചെയ്യാൻ പുറപ്പെട്ടതെന്നാണ് ഇവിടെ പറയണത്. ഗോപാ ച ഗോപ്യ ച, ഗോപന്മാരും ഗോപസ്ത്രീകളും അവരെല്ലാവരും തന്നെ ഭഗവാനെ കണ്ടിട്ട്, ഭഗവാന്റെ രൂപം, അതായത് പാമ്പ് വന്ന് കെട്ടിവരിഞ്ഞു പറഞ്ഞുവല്ലോ. പാമ്പിൻ്റെ ഏറ്റവും വലിയൊരു തോൽപ്പിക്കൽ നമ്മുടെ ശരീരത്തിൽ, അതായത് നമ്മുടെ മറ്റ് ജീവികളെ ആക്രമിക്കുന്നത് അങ്ങനെയാണ്, ചുറ്റി വരിഞ്ഞിട്ടാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ തഥാസ്ഥിതം, അപ്രകാരം നിൽക്കുന്നവനായ തം കൃഷ്ണം പ്രസമീക്ഷ്യ. അപ്രകാരം നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ ഈ കാളിയനാൽ ചുറ്റപ്പെട്ട, വരിഞ്ഞു മുറുക്കപ്പെട്ട ശരീരത്തോടുകൂടി നിൽക്കുന്നവനായ തം കൃഷ്ണം, അങ്ങനെയുള്ള കൃഷ്ണനെ പ്രസമീക്ഷ്യ, നല്ലവണ്ണം കണ്ടിട്ട്. എല്ലാവരും കണ്ടത് ഈ കാളിന്തി നദിയുടെ സമീപത്തേക്ക് ഓടി വന്നപ്പോൾ അവിടെ കണ്ടത് കാളിയൻ്റെ ആ ചുറ്റലിൽ പെട്ടു നിൽക്കുന്ന കൃഷ്ണനെയാണ്. അങ്ങനെ നിൽക്കുന്ന കൃഷ്ണനെ കണ്ടിട്ട് അവരെന്താ ചെയ്തത്? കൃതാർത്തനാദ, ഉറക്ക കരയാൻ അങ്ങോട്ട് തുടങ്ങി. അയ്യോ, എന്താ ഇവിടെ സംഭവിച്ചത്, നമ്മുടെ കണ്ണനുണ്ണിക്ക് എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഗോപന്മാരും ഗോപസ്ത്രീകളുമൊക്കെ ഉറക്കെ കരയാൻ തുടങ്ങി. അതാണ് ഗോപാശ്ച ഗോപ്യശ്ച. അതിൽ യശോദയുണ്ട്, നന്ദഗോപരുണ്ട്, എല്ലാവരും ഉണ്ട്. അവരെല്ലാവരും കൂടിയിട്ട് ഉറക്കെ ആർത്തനാദങ്ങൾ എടുക്കാൻ തുടങ്ങി, അതായത് ഉറക്കെ കരയാൻ തുടങ്ങി. എന്നിട്ട് അവർ വിചാരിച്ചു, എന്താണ് അവരവരുടെ ശരീരം, അതാണ് ദുർഭരദുഃഖഭാരം ശരീരം ഹൃദോദരേ പാതയിതും പ്രാരേഭിരേ. ദുർഭരദുഃഖഭാരം, ദുർഭരം എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് ദുഃഖഭാരം ചുമക്കുന്ന ഈ ശരീരം, അതായത് പലതരത്തിലുള്ള ദുഃഖങ്ങളുണ്ട്. അത് പോരാതെ ഇപ്പോൾ കൃഷ്ണനും പോയി. തങ്ങളുടെ ഏറ്റവും വലിയ സംരക്ഷകനായിരുന്ന, എല്ലാത്തിനും ആശ്രയിക്കാവുന്നവനായ കൃഷ്ണനെയും അതാ കാളിയൻ കൊല്ലാനാണ് പുറപ്പെടുന്നത്. പിന്നെ എങ്ങനെയാണ് ഇനി ഇവിടെ ജീവിക്കുക? ഇനി ഇവിടെ ജീവിക്കേ വേണ്ട. തങ്ങളുടെ ഏറ്റവും വലിയ ആശ്രയ ഹേതുവായിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ എല്ലാവരുടെയും തന്നെ വാത്സല്യ നിധിയായിട്ടുള്ള ആ ഉണ്ണികൃഷ്ണൻ ഇതാ തീരായി എന്ന് വിചാരിച്ചിട്ട് ഈ ദുഃഖവും സഹിച്ചുകൊണ്ട് ഇനി ജീവിതകാലം മുഴുവനും ജീവിക്കാൻ, അതായത് അത്രയും കാലം ഇനി ഈ ശരീരം കൊണ്ടു നടക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചിട്ട്, അതാണ് ദുർഭര ദുഃഖഭാരം ശരീരം. അങ്ങനെയുള്ള ഈ ശരീരത്തിനെ, മനസ്സ് പോയാൽ പിന്നെ ശരീരം കൊണ്ടൊരു പ്രയോജനമില്ല, അങ്ങനെയുള്ള ആ ശരീരത്തിനെ ഹൃദോദരേ പാതയിതും പ്രാരേഭിരേ. ഹൃദോദരത്തിൽ, ഹൃദം എന്ന് പറഞ്ഞാൽ ആ ഗർത്തത്തിൻ്റെ ഉള്ളിൽ ആ ശരീരം ത്യജിക്കാൻ, അതാണ് പാതയിതം, ശരീരത്തെ പതിപ്പിക്കാൻ പ്രാരേഭിരെ ആരംഭിച്ചു. അതായത് ഇവരെല്ലാവരും കൂടിയിട്ട്, ഗോപന്മാരും ഗോപസ്ത്രീകളും എല്ലാവരും കൂടിയിട്ട് ആ കാളിന്തിയിലേക്ക് എടുത്തു ചാടി ജീവിതം അവസാനിപ്പിക്കാൻ അവർ പുറപ്പെടുകയാണ് ചെയ്യണത്. ശ്രീകൃഷ്ണനെ കാളിയൻ വരിഞ്ഞു കൊല്ലുകയാണ് എന്ന് വിചാരിച്ചിട്ട്. അതാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അവരെ ആരാണ് തടയണത് എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. നമുക്ക് 94ാമത്തെ ശ്ലോകം കൂടി നോക്കാം.
സംഘർഷണസ്ഥാനഖിലാൻ നിരുന്ധന്നുവാച ദൃഷ്ട്വാ വദനം മുരാരേ ഇമം ജനം ക്ലേശയസേ കിമർത്ഥം കൃതം കൃതം കേശവലീലയേതി. ആദ്യം പദച്ഛേദം നോക്കാം. സംഘർഷണ താൻ അഖിലാൻ നിരുന്ധൻ ഉവാച ദൃഷ്ട്വാ വദനം മുരാരേഃ ഇമം ജനം ക്ലേശയസേ കിം അർത്ഥം കൃതം കൃതം കേശവ ലീലയാ ഇതി. ഇതൊക്കെയാണ് അതിൻ്റെ പദച്ഛേദം വരുന്നത്. അവരെ തടയാൻ വന്നത് സംഘർഷണനാണ്. സംഘർഷണൻ ബലരാമൻ. സംഘർഷണ ബലരാമൻ താൻ അഖിലാൻ നിരുന്ധൻ. ആ സംഘർഷണൻ അവരെ എല്ലാവരെയും, ഗോപന്മാരെയും ഗോപസ്ത്രീകളെയും അച്ഛനമ്മമാരെയും ഒക്കെ തന്നെ നിരുന്ധൻ തടഞ്ഞുകൊണ്ട് പറയാണ്, ഇങ്ങനെ സാഹസങ്ങൾ ചെയ്യരുതേ, ഇതൊന്നും കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല, ശ്രീകൃഷ്ണനല്ലേ, ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വന്നോളും, അതൊക്കെ ഭഗവാന്റെ ലീലയാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുകയാണ്. അതാണ് അഖിലാൻ നിരുന്ധൻ മുരാരേ വദനം ദൃഷ്ട്വാ ഉവാച. എന്നിട്ട് അവരെ എല്ലാവരെയും കരയ്ക്കൽ തന്നെ പിടിച്ചു നിർത്തിയിട്ട്, തടഞ്ഞു നിർത്തിയിട്ട്, മുരാരേ വദനം ദൃഷ്ട്വാ, മുരാരിയുടെ ശ്രീകൃഷ്ണൻ്റെ മുഖം നോക്കിയിട്ട്, ശ്രീകൃഷ്ണൻ്റെ മുഖം നോക്കിയാൽ കാര്യം മനസ്സിലാക്കാൻ പറ്റുമല്ലോ, ഇത് വല്ലാത്ത ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥയാണോ തമാശയാണോ, ഭഗവാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ബലരാമന് ഭഗവാന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി. അങ്ങനെ മുഖം നോക്കിയിട്ട് അവരെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഇപ്രകാരം ഉവാച പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അവരോടല്ല പറഞ്ഞത്, കൃഷ്ണനോടാണ് പറയണത്. മതിയാക്കൂ എന്ന് പറയാണ് ചെയ്യണത്. ഇമം ജനം കിമർത്ഥം ക്ലേശയസേ, ഈ ജനങ്ങളെ നീ എന്തിനാണ് വെറുതെ ക്ലേശിപ്പിക്കുന്നത് കൃഷ്ണ? ശ്രീകൃഷ്ണനെ വിളിച്ചിട്ടാണ് പറയണത്. ഈ ജനങ്ങൾ മുഴുവനും നിന്നെ ഓർത്തിട്ടാണ് കരയുന്നതും വിലപിക്കുന്നതും വെള്ളത്തിലേക്ക് എടുത്ത് ചാടാൻ പുറപ്പെടുന്നതും ഒക്കെ. ആത്മഹത്യ ചെയ്യാനൊക്കെയാണ് അവർ പുറപ്പെടുന്നത്. അങ്ങനെയുള്ള ഈ വളരെയധികം സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ആത്മാർത്ഥതയുള്ളവരായിട്ടുള്ള ഈ ഗോപസമൂഹത്തെ നീ എന്തിനാ കൃഷ്ണ വെറുതെ ക്ലേശിപ്പിക്കുന്നത്? അവരുടെ മനസ്സിനെയാണെങ്കിലും ശരീരത്തിനെയാണെങ്കിലും ഒക്കെ വേദനിപ്പിക്കുന്നത് എന്തിനാ കൃഷ്ണ എന്നാണ് ബലരാമൻ ചോദിക്കുന്നത്. അതാണ് ഇമം ജനം കിമർത്ഥം ക്ലേശയസേ കൃഷ്ണ, എന്തിനാണ് അവരെ വെറുതെ വേദനിപ്പിക്കുന്നത്? എന്നിട്ട് ശ്രീകൃഷ്ണനോട് ബലരാമൻ പറയാണ്, ഹേ കേശവ, ലീലയാ കൃതം കൃതമിതി. ലീലയാ കൃതം കൃതം എന്ന് പറഞ്ഞാൽ കളി കൊണ്ട് പലതും ചെയ്യാം, അതൊക്കെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു, മതി മതി. അലം അലം എന്നുള്ള അർത്ഥത്തിലാണ് കൃതം കൃതം. ലീലയാ അലം, കളി മതിയാക്കൂ. ഇത് കഥ ഒരു വളരെ സീരിയസ് ആവാൻ തുടങ്ങി. തമാശയാണ് എന്നുള്ളതൊന്നും ആൾക്കാർക്ക് മനസ്സിലാവേണ്ടിയായി. ഒരു പാമ്പിൻ്റെ ചുറ്റലിൽ പെടുക, അതുപോലെ തന്നെ അതിൻ്റെ കൊത്ത് കിട്ടുക, അതോ ചെറിയ നിസാരക്കാരനായിട്ടുള്ള പാമ്പൊന്നുമല്ല, അതിഭീമമായിട്ടുള്ളൊരു സർപ്പം. വളരെയധികം തലകളുണ്ട്, പടങ്ങളുണ്ട്, അതിൽ നിന്ന് വിഷവും പുകയും തീയും ഒക്കെയാണ് പുറത്തേക്ക് വരുന്നത്. ശ്രീകൃഷ്ണനാണെങ്കിൽ വളരെ ചെറിയൊരു കുട്ടി. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ കുട്ടിക്ക് ഇതൊക്കെ താങ്ങാനുള്ള കഴിവുണ്ടോ? അതൊന്നും ഗോപന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവർ ചിലപ്പോൾ എടുത്ത വഴിക്ക് വെള്ളത്തിലെടുത്ത് ചാടി സ്വന്തം ജീവൻ കളയാനൊന്നും മടി കാണിക്കില്ല. അങ്ങനത്തെ ആൾക്കാരാണ്. അവർക്ക് അത്രയേ ഉള്ളൂ. അവർ ഭഗവാനായിട്ടൊന്നുമല്ല, അവരുടെ സ്വന്തമാണ് ഉണ്ണിക്കണ്ണൻ. ഉണ്ണിക്കണ്ണൻ എന്തെങ്കിലും സംഭവിച്ചാൽ അവരുടെ ജീവിതം തന്നെ അവസാനിപ്പിക്കും. അപ്പോൾ കളിയൊക്കെ മതിയാക്കൂ, ലീലയാ കൃതം കൃതം, കളി മതിയാക്കിയിട്ട് ആ കാളിയനെ എങ്ങനെയെങ്കിലും, ആ കാളിയൻ്റെ അഹങ്കാരം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കൂ എന്നാണ് ബലരാമൻ ശ്രീകൃഷ്ണനോട് പറയണത്. അതാണ് ലീലയാ കൃതം കൃതം ഇതി ഉവാച. ഇതൊക്കെയാണ് ബലരാമൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞത്. അതായത് അലമലം എന്ന് 2 തവണ ആവർത്തിക്കുന്നത് വേഗം തന്നെ അതിനൊരു നടപടി ഉണ്ടാവാനാണ്. സംഭ്രമാദ്വിരുക്തി എന്ന് പറയും. സംഭ്രമം കൊണ്ട് 2-3 തവണയൊക്കെ നമ്മൾ പറയും, വരൂ 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 എന്നൊക്കെ നമ്മൾ ആവർത്തിച്ച് മലയാള ഭാഷയിൽ പറയാറുണ്ട്. അതൊരു വൈകാരിക പ്രകടനമാണല്ലോ. അത് എല്ലാ ഭാഷകളിലും ഉണ്ടാവും ആവർത്തിച്ച് പറയൽ. സംസ്കൃതത്തിലും അത് തന്നെയാണ്. സംഭ്രമാത് ദ്വിരുക്തി, സംഭ്രമം കൊണ്ട് വന്നിരിക്കുന്ന ദ്വിരുക്തി. അലം മതി മതി, മതിയാക്കൂ മതിയാക്കൂ, കളിയൊക്കെ നിർത്തിയിട്ട് കാര്യത്തിലേക്ക് കടക്കൂ, ഇവിടെ ജനങ്ങളാകെ പരിഭ്രാന്തരാണ് എന്ന് ബലരാമൻ ശ്രീകൃഷ്ണനെ അറിയിച്ചു. ഇനി എന്താ ചെയ്യാൻ പോണതെന്നുള്ളത് അടുത്ത ശ്ലോകങ്ങളിൽ കാണാം. നമുക്ക് ഈ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. തഥാസ്ഥിതം തം പ്രസമീക്ഷ്യ കൃഷ്ണം ഗോപാശ്ച ഗോപ്യശ്ച കൃതാർത്തനാദ ഹൃദോദരേ ദുർഭര ദുഃഖഭാരം
പ്രാരേഭിരേ പാതയിതും ശരീരം സംഘർഷണസ്ഥാനഖിലാൻ നിരുന്ധന്നുവാച ദൃഷ്ട്വാ വദനം മുരാരേ ഇമം ജനം ക്ലേശയസേ കിമർത്ഥം കൃതം കൃതം കേശവലീലയേതി. ഈ 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.